വിഴിഞ്ഞം പദ്ധതി ഉപേക്ഷിക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആരും കരുതേണ്ട. അഴിമതിയുണ്ടെങ്കിൽ പഴുതുകൾ അടച്ച് മുന്നോട്ട് പോകുമെന്നും മുഖ്യമന്ത്രി ബെർത്ത് ടെർമിനൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. 88 കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി. അതിനു പുറമെ 5 സെന്റ് ഭൂമി വീതം നൽകി അവരെ പുനരുദ്ധരിപ്പിക്കുകയും ചെയ്തു. ഈ പദ്ധതിയുടെ തുടക്കത്തിലേ ഉണ്ടായിരുന്ന ഒരു ആശങ്ക കുറേയേറെ പ്രദേശവാസികളുടെ ഉപജീവന മാർഗം നഷ്ടപ്പെടുമെന്നായിരുന്നു. ആ ആശങ്കയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച സമിതി മുൻപാകെ ഏതാണ്ട് 18,000-ൽ പരം അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ട്. ഈ അപേക്ഷകൾ ഉപജീവനാഘാത നിർണയ സമിതി പരിശോധിച്ച് ശരിയായ തീരുമാനം കൈക്കൊള്ളും. നഷ്ടപരിഹാരം ലഭിക്കേണ്ട മറ്റു ചില കേസുകളിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഒരു പദ്ധതി, അതും ഇതുപോലൊരു വലിയ പദ്ധതി വരുമ്പോൾ അതിനനുബന്ധമായി ചില അസൗകര്യങ്ങൾ ഉണ്ടാകാം. നാടിനാകെ പദ്ധതി മൂലം വികസനം ഉണ്ടാകുമ്പോൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കും അത്തരം അസൗകര്യങ്ങൾ. അത് മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലത ഇവിടെ നാട്ടുകാർ കാട്ടി എന്നതും ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറാനാണ് പോകുന്നത്.